നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ഹിന്ദി വിഷയത്തിന്റെ 1ാം പാദവാർഷിക മൂല്യനിർണയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരു ചോദ്യ പേപ്പർ പരിചയപ്പെടാം. ആദ്യമായിട്ട് നിർദ്ദേശങ്ങൾ നന്നായി വായിച്ചിരിക്കണം. ആദ്യത്തെ 15 മിനിറ്റ് സമയം സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചിരിക്കണം. മനസ്സിരുത്തി തന്നെ ചോദ്യങ്ങൾ വായിച്ചിരിക്കണം. ഹിന്ദി ചോദ്യപേപ്പറിനെ സംബന്ധിച്ചിടത്തോളം 6 ചോദ്യക്കൂട്ടങ്ങളാണ് സാധാരണയായി ഉണ്ടാവാറുള്ളത്. 6 ചോദ്യക്കൂട്ടങ്ങളിൽ 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ക്രമത്തിൽ വരാറുണ്ട്. ഓരോ ചോദ്യക്കൂട്ടത്തിലും ഏറ്റവും കുറഞ്ഞ മാർക്ക് 1ഉം കൂടിയ മാർക്ക് 4ഉം ആയിരിക്കും. എല്ലാ ചോദ്യക്കൂട്ടത്തിലും 4 മാർക്കിന്റെ ഒരു ചോദ്യം നിർബന്ധമായും ഉണ്ടായിരിക്കും. ഇതിൽ 3 ചോദ്യക്കൂട്ടത്തിൽ 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം തിരഞ്ഞെടുത്തെഴുതാം. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, മറ്റു 3 ചോദ്യക്കൂട്ടങ്ങളിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിർബന്ധമായും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി എഴുതുക തന്നെ വേണം. കൂൾ ഓഫ് ടൈമിൽ നന്നായി ചോദ്യങ്ങൾ വായിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ നല്ല രീതിയിൽ എഴുതാം, സൂചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നന്നായി എഴുതാം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട സമയമാണ്. സൂചനകൾക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരു ചോദ്യ പേപ്പറിന്റെ निर्देश पहले निर्देश अच्छी तरह पढ़ना चाहिए. निर्देश क्या है? पहला 15 मिनट कूल ऑफ टाइम है. इस समय प्रश्नों का वाचन करें और उत्तर लिखने की तैयारी करें. वैकल्पिक प्रश्नों में से किसी एक का ही उत्तर लिखें. കൂട്ടുകാരെ, നമുക്കറിയാം ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയത്ത് ചോദ്യങ്ങൾ നന്നായി വായിക്കുക, ഉത്തരം എഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. വൈകൽപിക പ്രശ്നോं में से किसी एक का ही उत्तर लिखे. इसका मतलब क्या है? ഓപ്ഷണൽ ആയിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നിർദ്ദേശം വായിച്ചിരിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂട്ടുകാർ ഉൾക്കൊണ്ടു കാണുമല്ലോ, അല്ലേ? ഇനി നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. सूचना: बीर बहुटी कहानी का ये अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखें. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते, मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नजर में बहुत अच्छी है. जब वो उसके पास आकर बैठी, उसे नजर नहीं मिला पाई. देखिए ना, ബീർ ബഹൂട്ടി എന്ന കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഭാഗമായി പരാമർശിച്ചിട്ടുള്ളത്. पहला प्रश्न देखिए, नजर मिलाना का मतलब क्या है? यहाँ 4 ऑप्शंस है. मुंह फेरना, मुंह की ओर देखना, मुंह नीचे करना, मुंह खोलना. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ശരിയുത്തരം കണ്ടെത്തി എഴുതുകയാണ് നമുക്കിവിടെ വേണ്ടത്. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? സംശയമില്ല, അല്ലേ? मुंह की ओर देखना वही सही उत्तर है. नजर मिलाना है. नजर मिलाना, मुंह की ओर देखना. अच्छा, दूसरे प्रश्न की ओर. बेला खुद को शर्मिंदा महसूस कर रही थी. इसके क्या क्या कारण है? ചോദ്യം ശ്രദ്ധിച്ചുവല്ലോ. സ്വയം
ലജ്ജിതയായ ബേല. അതിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിരിക്കും? ध्यान दीजिए, 2 अंक वाले प्रश्न है तो 2 पॉइंट्स होने चाहिए. यहाँ बेला की शर्मिंदगी का कारण पूछ रहे हैं. क्या क्या कारण है? क्या क्या कारण होंगे? हाँ, वही है, वो साहिल की नजर में बहुत अच्छी है. इस प्रकार की सजा मिलने से उसकी अच्छाई पर बुरा असर पड़ेगा. इसलिए बेला खुद को शर्मिंदा महसूस कर रही थी. तीसरा प्रश्न देखिए. स्कूल से घर जाते समय साहिल और बेला इस घटना के बारे में बातें करते हैं. साहिल और बेला के बीच की संभावित बातचीत लिखें. 4 अंक वाला प्रश्न है. अथवा माने क्या है? ऑप्शन है. ऑप्शन देखें. सुरेंद्र माट साहब के व्यवहार से बेला का मन बहुत खराब हो गया था. शाम को बेला स्कूल से घर वापस आती है. वो अपना अनुभव डायरी में लिखती है. बेला की संभावित डायरी लिखे. കൂട്ടുകാരെ, ഇവിടെ 4 മാർക്കിന്റെ ചോദ്യമാണ്. 4 മാർക്കിനുള്ള 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്ഷണലാണ്. ബാത്ചീത് യാ ഡയറി. ഓപ്ഷണൽ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തി ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് സ്വാഭാവികമായി ഉത്തരം എഴുതാൻ സാധിക്കുക, ആ ചോദ്യമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള മൂല്യ നിർണയ ബിന്ദുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഉത്തരം തയ്യാറാക്കാൻ. ആദ്യം നമുക്ക് ബാത്ചീത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ബാത്ചീത്, വാർത്താലാപ്, സംവാദ്. സംഭാഷണം എന്ന അർത്ഥത്തിൽ വരുന്ന 3 പദങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. ബാത്ചീത് തയ്യാർ കരേ, വാർത്താലാപ് തയ്യാർ കരേ, സംവാദ് തയ്യാർ കരേ. 3 ഉദ്ദേശിക്കുന്നത് ഒരേ അർത്ഥത്തിലാണ്. देखिए ना, बातचीत तैयार करते समय हमें किन किन बातों पर ध्यान देनी चाहिए? पहले പ്രസംഗാനുകൂൽ. അതെ, സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം സംഭാഷണം തയ്യാറാക്കേണ്ടത്. ഉചിത് ഭാഷാശൈലി, യോജിച്ച ഭാഷാശൈലി ഉപയോഗിച്ചിരിക്കണം. തീസര ആശയ വ്യക്ത് കർണേ യോഗ്യ പര്യാപ്ത് വിനിമയ്. അതായത് ആശയം വ്യക്തമാക്കുന്ന രീതിയിൽ പര്യാപ്തമായ ആവശ്യമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ സംഭാഷണത്തിൽ ഉണ്ടായിരിക്കണം. അതായത് സംഭാഷണം തുടങ്ങി ക്രമേണ മുന്നോട്ട് പോയി ഒരു നിഗമനത്തിൽ എത്തുന്ന രീതിയിൽ ആയിരിക്കണം സംഭാഷണം തയ്യാറാക്കേണ്ടത്. അർദ്ധോക്തിയിൽ നിർത്തുക എന്നുള്ളത് സംഭാഷണത്തിന് യോജിച്ച രീതിയല്ല. ഇത്തരത്തിൽ മൂല്യനിർണയ ബിന്ദുക്കൾ അനുസരിച്ച് സംഭാഷണം തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാവുന്നതാണ്. കൂട്ടുകാരെ, നമുക്കൊരു സംഭാഷണത്തിന്റെ മാതൃക പരിചയപ്പെട്ടാലോ? देखिए, साहिल, बेला तू अभी भी चुप है. बेला, ऐसा नहीं साहिल. अरे छोड़, तेरी कोई गलती नहीं थी ना. लेकिन सुरेंद्र जी ने मेरे बालों पर, मैं बहुत डर गई थी. हाँ, मैंने देखा था, मेरे पाँव कांप रहे थे. मैंने सोचा कि तू गिर जाएगी. उन्होंने मेरी कॉपी भी फेंक दी, लेकिन मेरी कोई गलती नहीं थी, इसलिए मास्टर जी ने तुझे बैठने दिया था. वो तो है. वो सब छोड़ बेला, अब तू ठीक है ना? हाँ, लेकिन सबके सामने मैं लज्जित हुई. अब सबको मालूम है तेरी कोई गलती नहीं थी. सच में? हाँ, सच में. तो जल्दी चल, हमें बीर बहुटियों को देखना है. तो ठीक है. अब हम डायरी देखें. इस डायरी में बेला के दुख का अनुभव, साथ साथ उसकी शर्मिंदगी
आदि का वर्णन होना चाहिए है ना दोस्तों. കൂട്ടുകാരെ, ഇനി നമുക്ക് ഡയറി നോക്കാം. ഡയറിയിൽ ബേലയുടെ ദുഃഖം, സാഹിലിന്റെ മുൻപിൽ അപമാനിതയായ ബേലയുടെ ലജ്ജ, അതിനെ തുടർന്നുണ്ടായ അവളുടെ മനസ്സിലുണ്ടായ ഭാവവികാരങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഡയറി തയ്യാറാക്കാൻ. डायरी तैयार करते समय किन किन बातों पर ध्यान देना है? आत्मनिष्ठ शैली यानी निजी भाषा शैली. ആത്മനിഷ്ഠമായ ശൈലി, അതായത് ബേലയാണ് ഇവിടെ ഡയറി എഴുതുന്നത്. ബേലയ്ക്കുണ്ടായ ലജ്ജാകരമായിട്ടുള്ള അനുഭവം ഇവിടെ എഴുതുമ്പോൾ ബേല അന്ന് അനുഭവിച്ച വികാര തീവ്രത അതിൽ വ്യക്തമാവണം. निजी अनुभव, विचार, दृष्टिकोण, आसपास का वातावरण आदि के असर, मन की खुशी, गम, आकांक्षा आदि भावों के संचार से उत्पन्न मनोदशा का प्रभाव वाली. സ്വന്തം അനുഭവം, ചിന്തകൾ, കാഴ്ചപ്പാട്, ചുറ്റുപാടിന്റെ സ്വാധീനം, മനസ്സിലെ സന്തോഷം, ദുഃഖം, ആകാംക്ഷ, ഇതിൽ നിന്നെല്ലാം ഉണ്ടായ നമ്മുടെ ഒരു മനോവികാരം അത് ആ ഡയറിയിൽ പ്രകടമായിരിക്കണം. അതുകൊണ്ടാണ് ആത്മനിഷ്ഠ ശൈലി എന്നുള്ളത് ഡയറിയുടെ ഒരു പ്രധാന മൂല്യനിർണയ ബിന്ദുവാകാൻ തന്നെ കാരണം. മറ്റൊന്ന് താരീഖ് കി സൂചന. ഡയറിയാണ്, എഴുതുന്ന തീയതിയുടെ ഒരു സൂചന അതിലുണ്ടാവണം. ഒരു ഡയറി നമുക്കൊന്ന് നോക്കിയാലോ. താരീഖ് 18 അഗസ്റ്റ് 2020 ശുക്രവാർ. ഇവിടെ താരീഖ് എന്നെഴുതിയാൽ മതി, തീയതി രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. आज स्कूल में क्या हुआ था? सुरेंद्र जी से सब बच्चे डरते हैं, मैं भी, इसलिए कॉपी भी पूरी लिखी थी. फिर भी उन्होंने मेरे बालों पर पंजा फंसाया. मेरी कोई गलती नहीं थी. मैंने सोचा कि अभी गिर जाऊंगी. मेरे पाँव कांप रहे थे. फिर उन्होंने मुझे बैठने दिया. सब बच्चे मेरे ओर ही देख रहे थे, साहिल भी. साहिल के सामने ये सब हुआ, ये मैं सह न पाई. साहिल मेरे बारे में क्या सोचेगा? वो मुझे बहुत अच्छी लड़की समझता है, लेकिन आगे क्या होगा? काश अगर ऐसा नहीं होता तो. मुझे रोना आ रहा है ये सब सोचकर. कल से कभी ऐसा न हो. കൂട്ടുകാരെ, ഇത് ഡയറിയുടെ ഒരു മാതൃക മാത്രമാണ്. കൂട്ടുകാർ ഇതിനേക്കാൾ മികച്ച ഡയറി എഴുതി ശീലിക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യക്കൂട്ടം പരിശോധിക്കാം. सूचना. हताशा से एक व्यक्ति बैठ गया था. टिप्पणी का ये अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. हताशा से एक व्यक्ति बैठ गया था എന്ന കുറിപ്പിലെ ഈ ഭാഗം വായിച്ച് 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതലാണ് അടുത്ത ചോദ്യക്കൂട്ടം. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ भी नहीं जानते. ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. चौथा प्रश्न. जानने का असली आधार क्या है? അറിയുക എന്നതിന്റെ യഥാർത്ഥ അടിസ്ഥാനം എന്താണ്? 4 ऑप्शंस है. नाम से जानना, जाति से जानना, हताशा से जानना, पते से जानना. ये तो आप लोगों के लिए बहुत सरल होगा, है ना दोस्तों?
हाँ सही है। हताशा से जानना, यही सही उत्तर है। അഞ്ചാമത്തെ ചോദ്യം, कोष्ठक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें। कोष्ठक में 2 शब्द है, धीरे धीरे अपरिचित। ധീരെ ധീരെ അപരിചിത്, ഈ 2 വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂരിപ്പിക്കാനാണ് ചോദ്യം. देखिए, व्यक्ति चलता है, व्यक्ति कवि के साथ चलता है. यहां देखिए, व्यक्ति से शुरू होता है. व्यक्ति चलता है, व्यक्ति कवि के साथ चलता है. आप चाहे तो तीसरा वाक्य भी व्यक्ति से शुरू कर सकते हैं. व्यक्ति चलता है, व्यक्ति कवि के साथ चलता है, व्यक्ति कवि के साथ धीरे धीरे चलता है. अपरिचित व्यक्ति कवि के साथ धीरे धीरे चलता है. और एक ऑप्शन भी है, देखिए, व्यक्ति चलता है, व्यक्ति कवि के साथ चलता है, अपरिचित व्यक्ति कवि के साथ चलता है, अपरिचित व्यक्ति कवि के साथ धीरे धीरे चलता है. ये दोनों तरीका सही है. മൂന്നാമത്തെ വാക്യത്തിൽ ഇത്തരത്തിൽ 2 രീതിയിൽ എഴുതാനുള്ള സാധ്യതയുണ്ട്. രണ്ടും ശരി തന്നെയാണ്. യോജിച്ച രീതിയിൽ നമുക്ക് ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. संकेतों की सहायता से जीवन में मानवीय मूल्यों का महत्व विषय पर लघु लेख लिखें. 4 अंक वाला प्रश्न है. देखिए ना, यहाँ ऑप्शन नहीं है. इस प्रश्न का उत्तर हमें लिखना ही है. वहां तो 4 सूचक दिए गए हैं सहायता के लिए. जीवन की समस्याएं, दूसरों की मदद, परस्पर सहायता करना, त्याग का मनोभाव. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ സഹായം, പരസ്പരം സഹായിക്കുക, ത്യാഗമനോഭാവം. ഈ 4 പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലഘു ലേഖനം തയ്യാറാക്കുകയാണ് നമ്മൾ ഇവിടെ വേണ്ടത്. ലഘുലേഖ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കിയാലോ. देखिए, उचित शीर्षक, ലേഖനത്തിന് അനുയോജ്യമായ തലക്കെട്ട്, വിഷയ की പ്രസ്തുതി വിശ്ലേഷൺ, വിഷയാവതരണം, വിഷയത്തിന്റെ വിശ്ലേഷണം, അതായത് വ്യാഖ്യാനം. ആശയ की ക്രമബദ്ധത, ആശയങ്ങളുടെ ക്രമാനുഗതമായ വളർച്ച. ഉചിത് ഭാഷാ പ്രയോഗ്, വിഷയ पर अपना दृष्टिकोण, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ലഘുലേഖനം പൂർത്തിയാവുന്നത്. നമുക്കിനി ലഘുലേഖനത്തിന്റെ ഒരു മാതൃക നോക്കിയാലോ. जीवन में मानवीय मूल्यों का महत्व. मानव एक सामाजिक प्राणी है. उसे जीवन में अनेक समस्याओं का सामना करना पड़ता है. गंभीर समस्याओं के आने पर जीवन से मुंह फेरने वाले भी कम नहीं है, लेकिन ऐसा कभी न होना चाहिए. यदि कोई हादसा आए तो मन की ताकत को छोड़े बिना उसका सामना करें. जीवन यात्रा में ऐसे कई लोग मिलेंगे जो हमारी मदद करना चाहते हैं. उनकी अच्छी भावना को बिना कोई हिचक के स्वीकार करें. उसी प्रकार हमें भी मौका आने पर किसी दुखी या असहाय व्यक्ति की मदद करनी चाहिए. आपस में सहारा बनने से मन की शक्ति भी बढ़ जाएगी. किसी के प्रति कुछ अच्छा करने का मौका मिले तो मत छोड़ना है. दया दिखानी है दुखियों पर. त्याग की भावना से केवल व्यक्ति का ही नहीं, समाज का कल्याण होता है.
इस प्रकार किसी समस्या का सामना करने का आत्मविश्वास भी बढ़ जाएगा। समस्याहीन व्यक्ति कोई नहीं मिलता समाज में, लेकिन उनका धैर्य के साथ सामना करने में ही काबिलियत है। मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है। वही सच्चा मानव है। ഇനി മൂന്നാമത്തെ ചോദ്യക്കൂട്ടം പരിശോധിക്കാം. सूचना: टूटा पहिया कविता की पंक्तियां पढ़े और 7 से 10 तक के प्रश्नों के उत्तर लिखे. ടൂട്ടാ പഹിയ എന്ന കവിതയിലെ വരികൾ വായിച്ച് 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. 7ാമത്തെ ചോദ്യം. लोहा लेना का अर्थ क्या है? ലോഹ ലേന എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? സാമ്ന കർന, ബന്ദ് കർന, സ്വതന്ത്ര കർന, പീഛെ കർന. ഇത്തരത്തിൽ 4 ഓപ്ഷൻ ഉണ്ട്. ശരിയുത്തരം ഏതാണ് കൂട്ടുകാരെ? സഹി ഹെ, സാമ്ന കർന. 8वां प्रश्न. इस कविता में टूटा पहिया किसका प्रतिनिधित्व करता है? ഈ കവിതയിൽ ടൂട്ടാ പഹിയ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? 1 മാർക്കിന്റെ ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആം ജനതാ കാ, ധനി ജനതാ കാ, ശാസക് വർഗ് കാ, സൈനികോം കാ. സഹി ഉത്തർ ക്യാ ഹെ? ആം ജനതാ കാ. 9ാമത്തെ ചോദ്യം വായിക്കാം. टूटा पहिया ब्रह्मास्त्रों से लोहा ले सकता है, इससे आपने क्या समझा? 2 अंक वाले प्रश्न है. ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടാൻ പൊട്ടിയ ചക്രത്തിന് കഴിയും. ഇതിൽ നിന്നും താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? പൊട്ടിയ ചക്രം, അതത്ര നിസ്സാരമല്ല. പൊട്ടിയ ചക്രം, അതിനി എന്ത് പ്രയോജനം? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അല്ല കൂട്ടുകാരെ, അത് നിസ്സാരമല്ല. അതിന് ബ്രഹ്മാസ്ത്രങ്ങളെ പോലും നേരിടാൻ സാധിക്കും, അല്ലേ? നോക്കാം. ഒരു മാതൃക നോക്കിയാലോ. ऐसा माना जाता है कि ब्रह्मास्त्र सबसे महत्वपूर्ण सशक्त शस्त्र है, कभी विफल न जाएगा, लेकिन जरूरत पड़ने पर सबसे तुच्छ समझे जाने वाले टूटा पहिया भी महान समझे जाने वाले ब्रह्मास्त्रों का सामना कर सकता है. इसलिए टूटे पहिए को फालतू समझकर छोड़ना नहीं चाहिए. 10वां प्रश्न. कवि और कविता का परिचय देते हुए प्रस्तुत पंक्तियों का आशय लिखे. 4 अंक वाला प्रश्न है. कवि, കവിത ഇവയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ വരികളുടെ ആശയം വ്യക്തമാക്കുക. പദ്യശകലങ്ങളുടെ ആശയം വ്യക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? നോക്കാം. ഭൂമിക. ഭൂമിക में क्या क्या होना है? കവി, കവിത, വിഷയ. കവി, കവിത, കവിതയിലെ പ്രതിപാദ്യ വിഷയം എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഭൂമികയിൽ ഉൾപ്പെട്ടിരിക്കണം. വിശ്ലേഷൺ, आशय, भाषा, रूप रचना की समीक्षा, अपने तर्क समर्थन के लिए कविता से उदाहरण, बिंब, प्रतीक, तुक, अनुप्रास. ആശയം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മുടെ തർക്കം സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന കവിതയിലെ ഉദാഹരണങ്ങൾ, ബിംബങ്ങൾ, പ്രതീകങ്ങൾ, അനുപ്രാസം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്യാഖ്യാനം. ഉപസംഹാർ, കവിത പർ അപ്നാ വിചാർ, പ്രാസംഗികത. കവിതയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്?
കവിതയുടെ സമകാലിക പ്രസക്തി ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഉപസംഹരിക്കൽ. ഇതെല്ലാം ഒരു കവിതയുടെ ആശയം വ്യക്തമാക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളാണ്. ഒരു ഉദാഹരണം നോക്കിയാലോ. हिंदी साहित्य के मशहूर श्री धर्मवीर भारती नई कविता के सशक्त कवि है. उपेक्षित सामान्य मानव यानी लघु मानव की प्रतिष्ठा नई कविता की एक महत्वपूर्ण प्रवृत्ति है. यहाँ टूटा पहिया इस उपेक्षित सामान्य मनुष्य का प्रतीक है. अभिमन्यु चक्रव्यूह में अकेले फंस जाता है. शत्रु पक्ष के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है. फिर भी वे निहत्थी असहाय बालक अभिमन्यु की आवाज को कुचल देना चाहते हैं. तब उन महारथियों का मुकाबला करने के लिए रथ का टूटा हुआ पहिया अभिमन्यु का सहारा बन जाता है. महाभारत के इस प्रसंग की याद दिलाते हुए कवि कहते हैं कि उस प्रकार की अधार्मिक घटना आज भी संभव है. इस पर कवि दुखी होते हैं. साथ साथ टूटे पहिए जैसे लघु मानव की शक्ति पर भरोसा भी करते हैं. वे आह्वान करते हैं कि तुच्छ सी लगने वाली वस्तु भी सांत्वना देने में समर्थ हो सकती है. ये कविता बिल्कुल अच्छी और प्रासंगिक है. കൂട്ടുകാരെ, ഇതിനേക്കാൾ നല്ല രീതിയിൽ ലളിതവും മനോഹരവുമായി നിങ്ങൾ എഴുതാൻ ശ്രമിക്കണേ.